ഇന്നുണ്ടല്ലോ വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാറുണ്ട്. പക്ഷേ ബീഫ് ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പരീക്ഷണം നടത്താൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷാപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. അവിടെ നമ്മുടെ നാടൻ ഫുഡ് കിട്ടും. അവിടെ ചെന്നിട്ട് ഇറച്ചി ബിരിയാണി പൊള്ളിച്ചതൊരെണ്ണം വാങ്ങിച്ചു. അത് വരുന്നതിന് മുമ്പ് ബീഫ് റോസ്റ്റും പൊറോട്ടയും പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റും പഴംപൊരിയും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴംപൊരിയും ബീഫ് റോസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഇറച്ചി ബിരിയാണി പൊള്ളിച്ചത് വന്നിട്ടുണ്ടായിരുന്നു. വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അവർ. എനിക്ക് ചിക്കൻ ബിരിയാണിനേക്കാളും ഇഷ്ടം ബീഫ് ബിരിയാണി കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയാണ് വാങ്ങിക്കാറുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കല്യാണ ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബീഫ് ചില്ലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായി പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ബൈ.